കേൾക്കാലോ അല്ലേ? ഹലോ. ഹലോ ഓക്കെ. മാം. ഓക്കെ ഓക്കെ. എല്ലാരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലെ? പഠിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? എക്സാമിന്റെ മാർക്കും എല്ലാം എഴുതി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഓർക്കുന്നു. സാറ് പറയാറുണ്ട് എല്ലാവരും അയക്കുന്നുണ്ടെന്നൊക്കെ. നന്നായിട്ട് പഠിച്ചു പോവുക. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റ് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ DL-EDന്റെ പെഡഗോഗി പാർട്ട്. DL-EDന് നമ്മുടെ EVSന്റെ ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാം. S1 S2 S3 S4 നമുക്കുള്ള നമ്മുടെ പരിസര പഠനം. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെഡഗോഗി പാർട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ ടെക്സ്റ്റിന്റെ അകത്ത് ക്വസ്റ്റ്യൻ വരുന്ന പോലെ തന്നെ നമ്മുടെ പെഡഗോഗി പാർട്ടിൽ നിന്നും കുറെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ എവിടുന്നായിരിക്കും ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ വായിച്ചു പോകണം, പഠിച്ചു പോകണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. പക്ഷെ നിങ്ങൾ ഇപ്പൊ DL-ED പഠിക്കുന്നവർക്കറിയാം എക്സാമിനൊക്കെ കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് വരത്തില്ല. പക്ഷെ വൺ വേർഡ് ആയിട്ടുള്ളൂ. നമ്മൾ ചിലപ്പോൾ സിമ്പിൾ ആണെന്ന് ഓർക്കുന്നതായിരിക്കും കൂടുതലായിട്ടും പെഡഗോഗി പാർട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് സ്കൂൾ ടെക്സ്റ്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ DL-EDന്റെ EVSന്റെ പെഡഗോഗി പാർട്ട്. അപ്പൊ നമ്മൾ ഇന്ന് അതാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ S1-ലെ ഞാൻ ഈ PDF ഗ്രൂപ്പിൽ ഇട്ടേക്കാം കേട്ടോ. നമ്മുടെ S1-ലെ പരിസരവും പഠനവും ആണ് സെമിസ്റ്റർ 1-ലെ EVSന്റെ പെഡഗോഗി പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പരിസരവും പഠനവും. അതിലെ ഫസ്റ്റ് യൂണിറ്റ്, നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര് പരിസരവും പഠിതാവും ഉള്ളതെന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്കറിയാം പരിസ്ഥിതി പഠനം എന്ന് പറയുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അത് തന്നെയാണ് നമ്മുടെ സ്കൂൾ ടെക്സ്റ്റിലും പിന്നെ ഇതിൻ്റെ അകത്തും പറഞ്ഞു പോകുന്നത്. എല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയാവുന്ന കാര്യങ്ങളാണ്. കാരണം നമ്മളെ ചുറ്റുപാടും കാണുന്ന പരിസ്ഥിതി, സസ്യങ്ങള്, ജന്തുക്കള്, അതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ. പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം റെഫർ ചെയ്യുന്നതും. പിന്നെ നമ്മുടെ ന്യൂസ് പേപ്പറുകൾ, പിന്നെ നമ്മുടെ TV, മൊബൈൽ, അതെല്ലാം നമ്മൾ യൂസ് ചെയ്ത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഈ ഫസ്റ്റ് യൂണിറ്റിൽ അതായത് പരിസരവും പഠിതാവും ആ ഹെഡിങ് പോലെ തന്നെ നമ്മുടെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, പിന്നെ പഠിതാവ് എന്ന് പറയുന്നത് നമ്മുടെ പരിസരത്തെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാർ, അതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ഈ ഒരു യൂണിറ്റും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിങ്ങനെ കുറെ കഥ പോലെ നല്ല കുറെ ഇങ്ങനെ പാരഗ്രാഫ് ഒക്കെ ഉണ്ട്. നമ്മൾ പേടിക്കും ഇതെല്ലാം പഠിക്കേണ്ടതാണോ, വലിച്ചുവാരി കിടപ്പുണ്ടല്ലോ എന്ന് ഓർക്കും. പക്ഷെ അതൊക്കെ നമുക്ക് വിട്ടുകളയാം. വലിയ കാര്യമുള്ള കാര്യങ്ങളല്ല. പക്ഷെ എന്നാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകൾ നമ്മുടെ ഈ ഒരു യൂണിറ്റിൻ്റെ അകത്ത്. നമുക്കിപ്പം ഈ യൂണിറ്റിലേക്ക് തന്നെ ആദ്യം കിടക്കാം. പരിസരവും പഠിതാവും. എന്താണ് പരിസ്ഥിതി വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നത്? നമുക്കറിയാം എന്തിനു വേണ്ടിയാണ് നമ്മുടെ പരിസ്ഥിതി വിദ്യാഭ്യാസം. നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ച്, ഇത് മരങ്ങളായിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, സസ്യങ്ങളായിക്കോട്ടെ, ജീവജാലങ്ങൾ എല്ലാത്തിനെയും കുറിച്ച് നമ്മുടെ കുട്ടികൾക്ക് അത് ഓരോ പ്രായത്തിൽ അവർ നേടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അറിയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന, ഇത് പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന കുറെ അധികം കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കുട്ടികളെ ബോധവാന്മാരായിട്ട് മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് നമ്മൾ ഈ പരിസ്ഥിതി വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പരിസ്ഥിതി വിദ്യാഭ്യാസത്തെ കുറിച്ച് കുട്ടികൾ പഠിക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിക്കൊണ്ടാണ് നമ്മൾ പരിസ്ഥിതി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പരിസര പഠനം എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളുകളിലും പിന്നെ നമ്മൾ അധ്യാപകരാണ്, അപ്പം കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കും പരിസര പഠനം എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ് നമുക്കും തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് പറയുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യമുണ്ട്. ഓരോ വ്യക്തിയും നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അല്ലെ, ഓരോ വ്യക്തിയും പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക, പരിസ്ഥിതി പരിചാരകനാകുക എന്നീ മഹത്തായ ലക്ഷ്യങ്ങളാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പൊ പരിസ്ഥിതി വിദ്യാഭ്യാസം മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തിയും പരിസ്ഥിതി സാക്ഷരത കൈവരിക്കുക, പരിസ്ഥിതി പരിചാരകനാകുക. ഈ ലക്ഷ്യങ്ങളാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അത് നമ്മൾ കുട്ടികൾ മാത്രമല്ല, ഈ നമ്മുടെ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരുടെയും ചുമതലയാണ് ഇത് പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. ഈ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കണം. ഒന്നാമതായി പരിസ്ഥിതി സംബന്ധിച്ച അറിവുകളും ധാരണകളും വളരണം. നമ്മുടെ ചുറ്റുപാടുള്ള പരിസ്ഥിതിയെ കുറിച്ചുള്ള അറിവുകളും ധാരണകളും വളരണം. അതുപോലെ തന്നെ രണ്ടാമതായി
പരിസ്ഥിതി സൗഹൃദ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കുന്നതിനും വേണ്ട മനോഭാവവും നൈപുണികളും വികസിക്കണം. പരിസ്ഥിതി സൗഹൃദ തീരുമാനങ്ങൾ എടുക്കുന്നതിന് നമ്മള് ജൂൺ 5 എന്താ പരിസ്ഥിതി ദിനമൊക്കെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ പിള്ളേരെ കൊണ്ടൊക്കെ ഇന്ന പ്രതിജ്ഞകളൊക്കെ ചൊല്ലിക്കാറുണ്ട്, പോസ്റ്ററുകള്, ബാനറുകള്. പിന്നെന്താ തൈ നടുന്നു. അത് ആ ഒരു ദിവസം കൊണ്ട് അത് ചിലപ്പോഴൊക്കെ അവസാനിച്ചു പോകാറാണ് പതിവ്. പക്ഷെ അങ്ങനല്ല, അത് നമ്മൾ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പൊ പരിസ്ഥിതി സൗഹൃദ തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത് ഉത്തരവാദിത്വത്തോടെ നടപ്പിലാക്കുന്നതിനും വേണ്ട മനോഭാവവും നൈപുണികളും വികസിക്കണം. അല്ലെങ്കിൽ അവർ ചെയ്തോളും, മറ്റുള്ളവർ ചെയ്തോളും, അതിന് വേണ്ട പ്രത്യേക ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ ആണെങ്കിൽ പ്ലാസ്റ്റിക് ഒക്കെ പെറുക്കുന്ന അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ അവർക്കും ഇവർക്കും വേണ്ടി ഉള്ളതല്ല. ഈ ഭൂമിയിൽ നമ്മൾ എല്ലാവരും ജീവിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ എല്ലാവർക്കും കടമയുണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പം ജൂൺ 5 ഇപ്പൊ നമ്മളൊരു പ്രതിജ്ഞ എടുത്താല്, അല്ലെ കുട്ടികളെ കൊണ്ട് നമ്മൾ ആ ഒരു പ്രതിജ്ഞ എടുപ്പിച്ചാല് അത് നടപ്പിലാക്കുക എന്നുള്ളത്, അല്ലെ കുട്ടികൾ ചെയ്തോട്ടെ എന്നുള്ളതല്ല, നടപ്പിലാക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അത് ഉത്തരവാദിത്വത്തോടെ ചെയ്യുക. അത് നടപ്പിലാക്കുന്നതിന് വേണ്ട മനോഭാവവും നൈപുണികളും വികസിക്കണം. അപ്പോഴാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നത്. ഇനി പരിസ്ഥിതിയുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിനും പരിസ്ഥിതി പ്രശ്നങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടെ അഭിസംബോധന ചെയ്യുന്നതിനാവശ്യമായ പ്രശ്ന പരിഹരണ നൈപുണികൾ വികസിക്കുന്നതിനും പര്യാപ്തമായ പഠന സന്ദർഭങ്ങൾ, പ്രായവും വികാസഘട്ടങ്ങളും പരിഗണിച്ച് പഠിതാവിന് ഒരുക്കി കൊടുക്കുക എന്നതാണ് പരിസ്ഥിതി വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യേണ്ടത്. അപ്പൊ കുട്ടികളുടെ ഓരോ പ്രായത്തിലും അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ അതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് പരിസ്ഥിതി വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറഞ്ഞിരിക്കുന്നത്, പരിസ്ഥിതിയുമായി ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിനും പരിസ്ഥിതി പ്രശ്നങ്ങൾ വ്യക്തമായ കാഴ്ചപ്പാടോടെ അഭിസംബോധന ചെയ്യുന്നതിനാവശ്യമായ പ്രശ്ന പരിഹരണ നൈപുണികൾ വികസിക്കുന്നതിനും പര്യാപ്തമായ പഠന സന്ദർഭങ്ങൾ, പ്രായവും വികാസഘട്ടങ്ങളും പരിഗണിച്ച് പഠിതാവിന് ഒരുക്കി കൊടുക്കുക എന്നതാണ് പരിസ്ഥിതി വിദ്യാഭ്യാസത്തിലൂടെ ചെയ്യേണ്ടത്. ഇനി ഇവിടെ കുറച്ച് പരിസ്ഥിതി പഠനത്തിന് ഘടകങ്ങൾ, അതെന്തൊക്കെയാണ്, പരിസ്ഥിതി പഠനവുമായിട്ട് ബന്ധപ്പെട്ട ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കേണ്ട കാര്യമല്ല. പക്ഷെ ഇനി വരുന്നതിൽ എന്താണ് പരിസര പഠനം എന്നൊരു, നമ്മൾ DLEDകാരോടാണ് ചോദിക്കുക പരിസര പഠനത്തിന് ഡെഫിനിഷൻ എന്നാണ്. നമുക്ക് അങ്ങനെ ചോദിക്കാറില്ല. നമുക്ക് ആ ഡെഫിനിഷൻ്റെ അകത്തെ വാക്കുകൾ, ആ വാക്കുകൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്നൊക്കെയാണ്. അത് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ പറയും. എന്നാലും ഞാൻ ജസ്റ്റ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആ ഒരു ഡെഫിനിഷനിൽ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടതിൽ പെടാത്തത് ഏത്, ഇതിൽ പെടുന്നത് ഏത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അവിടെ പരിസര പഠനം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നോക്കിക്കേ, പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുക എന്ന സമീപനമാണ് ഇതിൽ അവലംബിച്ചിട്ടുള്ളത്. അതായത് പരിസര പഠനം എന്ന് പറഞ്ഞാല് പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുക. ആ ഒരു ഓർഡർ, അതായത് പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുക. ഇതിൽ ആ പരിസരത്തെ കുറിച്ച് എന്നുള്ളത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പരിസരത്തിലൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പരിസരത്തിന് വേണ്ടി പഠിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നൊക്കെ ഈ സെക്കൻഡ് യൂണിറ്റിൽ കൃത്യമായിട്ട് ആ ഒരു ഫസ്റ്റ് പേജിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഇതിന്റെ അവസാനമാകുമ്പോൾ തന്നെ ഞാനത് പറഞ്ഞേക്കാം. അതാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ഡെഫിനിഷനിൽ നിന്ന് ഈ 3 കാര്യങ്ങളിൽ ഇപ്പൊ പരിസരത്തെ കുറിച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ പരിസരത്തെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഇതിൽ ഏതാണ്, അങ്ങനെയാണ് കൂടുതലും ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻ അത് കൃത്യമായിട്ട് അതിന്റെ ഓർഡർ തന്നെ ഓർക്കുക. പരിസരത്തെ കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുക എന്നാണ് എന്ത്, പരിസര പഠനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്രധാനമായിട്ട് ഇതിൻ്റെ അത് നോക്കുന്നത് പരിസരം, പരിസ്ഥിതി. അതായത് എന്താണ് പരിസരം, എന്താണ് പരിസ്ഥിതി. നമ്മൾ നോക്കുമ്പോൾ 2 വേർഡും പരിസ്ഥിതി അല്ലെങ്കിൽ പരിസരം സെയിം ആണല്ലോ, സെയിം ആണ്. പക്ഷെ 2 വാക്കുകൾക്കും അതിൻ്റെതായ വ്യത്യാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ അതാണ് നോക്കുന്നത്. പരിസരവും പരിസ്ഥിതിയും കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ ഭേദമുണ്ടാകണമെന്നില്ല. ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിനെയാണ് പരിസരം എന്ന് പറയുന്നത്. അപ്പൊ പരിസരം എന്ന് പറയുന്നത് എന്താണ്, ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിനെയാണ് എന്ത്, പരിസരം എന്ന് പറയുന്നത്. ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിന് നമ്മൾ പറയുന്ന പേരാണ് പരിസരം. ഇനി ഒരു കുട്ടിയുടെ പരിസ്ഥിതിയുമായുള്ള വിനിമയം ആരംഭിക്കുന്നത് അവന്റെ തൊട്ടടുത്ത പരിസരങ്ങളായ കുടുംബം, വിദ്യാലയം,
അയൽപക്കം തുടങ്ങിയവയിലൂടെയാണ്. അപ്പൊ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ പരിസ്ഥിതി വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അവന്റെ ആ പരിസരം എന്ന് പറയുന്നത് എന്താണ്? കുടുംബം, വിദ്യാലയം, അയൽപക്കം തുടങ്ങിയവയിലൂടെയാണ് ഈ ഒരു പരിസ്ഥിതിയായിട്ടുള്ള ബന്ധം ആദ്യം ആരംഭിക്കുന്നത്. അവൻ വളരുന്നതിനനുസരിച്ച് അവന്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള വിജ്ഞാന മണ്ഡലവും വികസിക്കുന്നു. മനുഷ്യന്റെ ചുറ്റുപാടുമുള്ള സാമൂഹികവും സാമ്പത്തികവും ജീവശാസ്ത്രപരവും ഭൗതികവും രാസികവുമായ ഘടകങ്ങളുടെ ആകെത്തുകയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. നമ്മൾ പരിസരം പറഞ്ഞിരുന്നത് ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിനെയാണ് നമ്മൾ പരിസരം എന്ന് പറയുന്നത്. ഇനി പരിസ്ഥിതി ആണെങ്കിലോ അവൻ വളരുന്നതിനനുസരിച്ച്, അതായത് അവൻ വളരുന്നതിനനുസരിച്ച് ഇവിടെ പരിസ്ഥിതി മാറുന്നുണ്ട്. മനുഷ്യന്റെ ചുറ്റുപാടുമുള്ള സാമൂഹികവും സാമ്പത്തികവും ജീവശാസ്ത്രപരവും ഭൗതികവും രാസികവുമായ ഘടകങ്ങളുടെ ആകെത്തുകയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇത് ഞാൻ വരയ്ക്കുന്ന ഇച്ചിരി മാറിപ്പോകുന്നുണ്ട്, എന്നാലും നിങ്ങൾ കാണാമല്ലോ അല്ലെ. പരിസ്ഥിതി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ചുറ്റുപാടുമുള്ള സാമൂഹികവും സാമ്പത്തികവും ജീവശാസ്ത്രപരവും ഭൗതികവും രാസികവുമായ ഘടകങ്ങളുടെ ആകെത്തുകയാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ഇത് വ്യക്തമാക്കുന്നത് വായു, ജലം, ഭൂമി തുടങ്ങിയവയ്ക്ക് മനുഷ്യനുമായും മറ്റു ജീവജാലങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചാണ്. അതായത് ഇതാണ് ഇമ്പോർട്ടന്റ്. പരിസ്ഥിതി എന്നത് ഒരു ജീവിയുടെ ചുറ്റുപാടുമുള്ള ജീവീയ അജീവീയ ഘടകങ്ങളുടെ കൂടിച്ചേരലാണ്. നമ്മൾ സയൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു പോയ കാര്യമാണ്. ജീവീയ അജീവീയ ഘടകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലെ. ഇത് വായു, ജലം, മണ്ണ്, പിന്നെ നമ്മുടെ സസ്യങ്ങൾ, ഇവയെല്ലാം അതിൽ ജീവീയ ഘടകങ്ങളുണ്ട്, അജീവീയ ഘടകങ്ങളുണ്ട്. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം പരിസ്ഥിതി എന്ന് പറയുമ്പോൾ ഒരു ജീവിയുടെ ചുറ്റുപാടുമുള്ള ജീവീയ അജീവീയ ഘടകങ്ങളുടെ കൂടിച്ചേരലാണ്. ഇനി പരിസരം എന്നുള്ളതാണെങ്കിലോ ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാടിനെ. പരിസ്ഥിതി എന്നാണെങ്കിൽ ഒരു ജീവിയുടെ ചുറ്റുപാടുമുള്ള ജീവീയ അജീവീയ ഘടകങ്ങളുടെ കൂടിച്ചേരൽ. ഇതാണ് ആ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഡെഫിനിഷൻ തന്നിട്ട് പരിസരത്തിന്റെ ഡെഫിനിഷൻ ഏതാണ്, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ഡെഫിനിഷൻ ഏതാന്ന് അങ്ങനെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക, തൊട്ടടുത്തുള്ള ചുറ്റുപാടിനെയാണ് നമ്മൾ എന്ത് പറയും? പരിസരം എന്ന് പറയും. ഇനി ആ ചുറ്റുപാടിൽ നമ്മുടെ ജീവീയ അജീവീയ ഘടകങ്ങളുടെ കൂടിച്ചേരലുകൾ നമ്മൾ ഒരുമിച്ച് പറയുന്നതാണ് എന്ത്? പരിസ്ഥിതി എന്ന് പറയുന്നത്. നമ്മുടെ ലോക പരിസ്ഥിതി ദിനം നമ്മൾ ആഘോഷിക്കുന്ന ജൂൺ 5 അല്ലെ. സ്കൂളുകളിൽ എല്ലായിടത്തുമാണ് കൈയൊക്കെ നട്ട്, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു. അതാണ് നമ്മൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ഇനി അടുത്ത് നോക്കി, അതൊന്നുകൂടെ നമ്മൾ ഇപ്പൊ കണ്ട ഡെഫിനിഷൻസ് ഒന്നുകൂടെ പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാട്, അതാണ് നമ്മൾ പറഞ്ഞ പരിസരം. ഒരു ജീവിയുടെ തൊട്ടടുത്ത ചുറ്റുപാട് പരിസരം. ഇനി എൻവയോൺമെന്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ടു സറൗണ്ട് അല്ലെങ്കിൽ ചുറ്റുപാട് അല്ലെങ്കിൽ പരിസരം എന്ന പദം രൂപപ്പെട്ടത്. നമ്മൾ എൻവയോൺമെന്റൽ സയൻസ് എന്നല്ല EVS എന്ന് പറയുന്നത്. അപ്പൊ പരിസര പഠനം. അപ്പം എൻവയോൺമെന്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് ചുറ്റുപാട് അല്ലെങ്കിൽ പരിസരം എന്ന പദം രൂപപ്പെട്ടത്. ഇനി പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജീവീയവും അജീവീയവുമായ ഘടകങ്ങളും അവ തമ്മിലുള്ള പരസ്പര ബന്ധവും അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു കൂടിച്ചേരലാണ് എന്ത്? പരിസ്ഥിതി. നമ്മുടെ തൊട്ടടുത്ത ചുറ്റുപാട് പരിസരം. ഇനി ചുറ്റുപാടുമുള്ള ജീവീയ അജീവീയ ഘടകങ്ങൾ തമ്മിലുള്ള കൂടിച്ചേരൽ അല്ലെങ്കിൽ അവ തമ്മിലുള്ള ഒരു പരസ്പര ബന്ധത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരിസ്ഥിതി എന്ന് പറയുന്നത്. പിന്നെ എൻവയോൺമെന്റ് എന്ന ഫ്രഞ്ച് പദത്തിൽ നിന്നാണ് നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ പരിസരം എന്ന പദം രൂപപ്പെട്ടത്. ഇനി നമ്മൾ പറയും നമ്മുടെ പ്രധാനമായിട്ടും ഇത് പരിസ്ഥിതിയിൽ വ്യത്യസ്ത തരത്തിലുള്ള തലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ 3 തരത്തിലുള്ള പരിസ്ഥിതി ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് പരിസ്ഥിതിയിലെ വ്യത്യസ്ത തലങ്ങൾ, അതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണ്ടേ. അത് 3 തരത്തിലുണ്ട്. അതിന്റെ എക്സാമ്പിൾസ് പഠിക്കണം. കാരണം എക്സാമ്പിൾസ് വന്നിട്ട് നമുക്ക് ഏറ്റവും കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചതാണ്, ഈ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ പെടുന്നത് ഇതിൽ ഏതാണ്, 4 ഓപ്ഷൻസിൽ ഏതാണ് പെടുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് മാറിപ്പോകാതെ തന്നെ പഠിക്കണം. അപ്പൊ ഒന്നാമത്തേതാണ് നമ്മുടെ പരിസ്ഥിതി. ഇത് 3 തരത്തിലുള്ള പരിസ്ഥിതിയാണ്, അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ 3 തരത്തിലുള്ള തലങ്ങൾ. അതാണ് പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, പിന്നെ മൂന്നാമത്തേതാണ് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. ഒന്നാമത്തെ നോക്കാം, പ്രകൃതിദത്ത പരിസ്ഥിതി. നിങ്ങൾ ജസ്റ്റ് ആ 3 പരിസ്ഥിതി 3 തലങ്ങളുണ്ട്. 1 പ്രകൃതിദത്തം, 2 മനുഷ്യനിർമ്മിതം, 3 സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. അങ്ങനെ ജസ്റ്റ് എഴുതി വെക്കുക. അതിന്റെ നേരെ തന്നെ അതിന്റെ എക്സാമ്പിൾസ് നോട്ട് ചെയ്യാവുന്ന പോലെ തന്നെ നിങ്ങളുടേതായ രീതിയിൽ, വേറെ ആരും ബുക്ക് കാണുന്നില്ലല്ലോ, അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ അതിനെ
വരച്ചൊക്കെ എഴുതി നോക്കാം. ഒന്നാമത്തേതാണ് പ്രകൃതിദത്ത പരിസ്ഥിതി. ഭൂമിയിൽ പ്രകൃതിദത്തമായി നിലനിൽക്കുന്ന എല്ലാ ജീവീയ അജീവീയ ഘടകങ്ങളും കൂടിച്ചേർന്നതാണ് എന്ത്? പ്രകൃതിദത്ത പരിസ്ഥിതി. അതായത് ഭൂമിയിലുള്ള പ്രകൃതിദത്തമായി നിലനിൽക്കുന്ന എല്ലാ ജീവീയമായിട്ടുള്ളതും അജീവീയമായിട്ടുള്ള ഘടകങ്ങൾ കൂടിച്ചേർന്നതാണ് ഏത്? പ്രകൃതിദത്ത പരിസ്ഥിതി. പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ എല്ലാ ജീവികളും പരസ്പരവും അതോടൊപ്പം മറ്റ് ജീവീയ ഘടകങ്ങളുമായും ബന്ധം പുലർത്തുന്നു. പ്രകൃതിദത്ത പരിസ്ഥിതിക്ക് ഉത്തമ ഉദാഹരണമാണ് ഇത് കുളം. ഇവിടെ അജീവീയ ഘടകങ്ങളായ പ്രകാശം, മണ്ണ്, ഊഷ്മാവ്, ജലം തുടങ്ങിയവയും ജീവീയ ഘടകങ്ങളായ പ്ലവകങ്ങൾ, സൂക്ഷ്മജല സസ്യങ്ങൾ, മറ്റ് സസ്യങ്ങൾ, മത്സ്യം, തവള തുടങ്ങിയ ജന്തുക്കൾ, വിഘാടകരായ സൂക്ഷ്മജീവികൾ എന്നിവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പൊ പ്രകൃതിദത്ത പരിസ്ഥിതിക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കുളം. കുളത്തിൽ ഇപ്പൊ എന്താണ്? ജീവീയ ഘടകങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ അജീവീയ ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ പ്രകൃതിദത്ത പരിസ്ഥിതിക്ക് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ കുളമാണ്. അപ്പൊ ഈ ഓരോ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട എക്സാമ്പിൾസ് ഞാൻ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞു പോകാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എഴുതി പോകാൻ എളുപ്പമുണ്ട്. അപ്പൊ പ്രകൃതിദത്ത പരിസ്ഥിതി എന്ന് എഴുതുക. അതിന്റെ നേരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ഏതാണ്? കുളം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കിപ്പോവാം. അതാണ് ബാക്കി വരുന്ന നമ്മുടെ പ്രകൃതിദത്ത പരിസ്ഥിതിയിലെ എക്സാമ്പിള്. നോക്കിക്കേ, സൗരയുധം, കാലാവസ്ഥ, പ്രകൃതി വിഭവങ്ങൾ, പ്രകൃതി പ്രതിഭാസങ്ങൾ, ഭൂവിഭാഗങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രം, മരുഭൂമി, പീഠഭൂമി, കര, ജലം, വായു, ആവാസ വ്യവസ്ഥകൾ, ജീവമണ്ഡലം, ജീവജാലങ്ങൾ, ഇവയെല്ലാം ഏത് പരിസ്ഥിതിയിൽ പെടുന്നതാണ്? പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ പെടുന്നതാണ്. ചിലപ്പം ഗ്രഹോപകരണങ്ങൾ, ഔഷധങ്ങൾ, പണിയായുധങ്ങൾ, പീഠഭൂമി ഇങ്ങനെ തന്നിട്ട് അതിൽ ഏതാണ് പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം വരുന്നത് പീഠഭൂമിയാണ്. ചിലപ്പോൾ നമ്മൾ ഔഷധങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഔഷധങ്ങളിലും പോയി കറപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം എക്സാമ്പിൾസ് നന്നായിട്ട് ഓർത്തു വെക്കുക. അപ്പൊ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുന്നതാണ് നമ്മുടെ കുളം, സൗരയുധം, കാലാവസ്ഥ, പ്രകൃതി വിഭവങ്ങൾ, പിന്നെ നമ്മുടെ പ്രകൃതി പ്രതിഭാസങ്ങള്, ഭൂവിഭാഗങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, സമുദ്രം, മരുഭൂമി, പീഠഭൂമി, കര, ജലം, വായു, ആവാസ വ്യവസ്ഥകൾ, ജീവമണ്ഡലം, ജീവജാലങ്ങൾ. നിങ്ങൾക്ക് ഇപ്പൊ പെട്ടെന്ന് അത് എഴുതി പോകാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ ക്ലാസ് കഴിയുമ്പോൾ PDF ഇടുമ്പോൾ നമ്മുടെ ആ പേജ് എടുത്തൊന്ന് വായിച്ചു നോക്കിയിട്ട് അത് നോട്ട് ചെയ്ത് തന്നെ പോകട്ടെ. മിസ്സാക്കരുത്. കാരണം എക്സാമ്പിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ട് ഈ എക്സാമ്പിൾ ടൈപ്പ് വരുന്ന ഏത് ടോപ്പിക്കും ആയിക്കോട്ടെ അതിന്റെ എക്സാമ്പിൾസ് നല്ല രീതിയിൽ പഠിക്കണം. ചിലത് നമുക്ക് എക്സാമ്പിൾ ഇല്ലാതെ ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമായിരിക്കും. അപ്പൊ അതങ്ങനെ തന്നെ പഠിക്കുക. എക്സാമ്പിൾസ് ഉള്ളതിന്റെ എക്സാമ്പിൾസ് മാറിപ്പോവാതെ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ ഇതൊക്കെയാണ് പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുന്നത്. അടുത്താണ് നമ്മുടെ മനുഷ്യനിർമ്മിത പരിസ്ഥിതി. മനുഷ്യനിർമ്മിത പരിസ്ഥിതി രൂപം കൊള്ളുന്നത് മനുഷ്യൻ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുത്തുന്ന രൂപാന്തരത്തിലൂടെയാണ്. അപ്പൊ മനുഷ്യനിർമ്മിത പരിസ്ഥിതി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ ആരാണ് രൂപാന്തരം വരുത്തുന്നത്? മനുഷ്യൻ വരുത്തുന്ന രൂപാന്തരങ്ങൾ. മനുഷ്യൻ വരുത്തുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ പ്രകൃതിദത്തമായിട്ട് നമുക്കുള്ള പർവ്വതങ്ങളും അല്ലെങ്കിൽ പ്രകൃതി പ്രതിഭാസങ്ങളും ഉണ്ട്. നമ്മുടെ സസ്യങ്ങളും ജന്തുക്കളും ഇതെല്ലാം അതിൻ്റെ അകത്ത് ഉൾപ്പെടും. അതിൽ നമ്മൾ മനുഷ്യർ കുറെ കാര്യങ്ങൾ വരുത്തുന്നുണ്ട്. ഈ ഗ്രഹോപകരണങ്ങൾ, നമ്മുടെ വീട് നിർമ്മിക്കുന്നത്, ഇതെല്ലാം പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുത്തുന്ന രൂപാന്തരങ്ങളാണ്. കൃഷിയിടങ്ങളും പട്ടണങ്ങളും ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. കൃഷിയിടങ്ങളും പട്ടണങ്ങളും നമ്മുടെ എന്തിന് ഉദാഹരണങ്ങളാണ്? മനുഷ്യനിർമ്മിത പരിസ്ഥിതിക്ക് ഉദാഹരണങ്ങളാണ്. പ്രകൃതിദത്ത പരിസ്ഥിതി അതിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാവുകയും പിന്നീട് മനുഷ്യനിർമ്മിത പരിസ്ഥിതിയായി മാറുകയും ചെയ്യുന്നു. മനുഷ്യവാസയോഗ്യമായി നിലനിർത്തുന്നതിന് വേണ്ടി ഇത്തരം മനുഷ്യനിർമ്മിത പരിസ്ഥിതികൾക്ക് നിരന്തര ശ്രദ്ധയും മേൽനോട്ടവും ആവശ്യമാണ്. കൂടാതെ ഇവയുടെ നിലനിൽപ്പ് വലിയൊരളവ് ഊർജ സ്രോതസ്സുകളെയും അസംസ്കൃത വസ്തുക്കളെയും മറ്റ് സാമഗ്രികളെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? പ്രകൃതിദത്ത പരിസ്ഥിതി അതിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. അത് നമ്മൾ ജീവിക്കുന്ന മനുഷ്യർക്ക്, ഈ ജീവജാലങ്ങൾക്കെല്ലാം അനുസരിച്ച് നമ്മുടെ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ ഓരോ കാലം കഴിയും തോറും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് അത് മനുഷ്യനിർമ്മിത പരിസ്ഥിതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആദ്യം നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ
കുറെയൊക്കെ നശിച്ചു പോയിട്ടുണ്ട്, കുറെയൊക്കെ നമ്മൾ വംശനാശം സംഭവിച്ചു എന്നൊക്കെ പറയും. പിന്നെ ആ ഒരു അന്നത്തെ കാലം പോലെയല്ല ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പൊ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളാണ് കൂടുതലും ഉള്ളത്. അപ്പൊ പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ നിന്ന് മാറി മനുഷ്യന്റെ കുറെ കാര്യങ്ങളെല്ലാം പ്രകൃതിയിൽ വെച്ച് വെച്ച് ഇപ്പൊ അത് മനുഷ്യനിർമ്മിത പരിസ്ഥിതി എന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനിർമ്മിത പരിസ്ഥിതിയിൽ പെടുന്നതാണ് നമ്മുടെ കൃഷിയിടങ്ങളും പട്ടണങ്ങളും. ബാക്കിയുള്ള ഉദാഹരണങ്ങളും കൂടെ നോക്കാം. മനുഷ്യനിർമ്മിത പരിസ്ഥിതിയിൽ വരുന്നതാണ് നമ്മുടെ വീട്, വസ്ത്രം, വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ആയുധങ്ങൾ, ഔഷധങ്ങൾ, ഉപകരണങ്ങൾ, പണിയായുധങ്ങൾ, ആശയവിനിമയ ഉപാധികൾ, സ്റ്റേഷനറി സാധനങ്ങൾ. ഇതെല്ലാം ഇതിൽ പെടുന്നതാണ് മനുഷ്യ നിർമ്മിത പരിസ്ഥിതി പെടുന്നതാണ്. അതായത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള കാര്യങ്ങൾ ആ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഉദാഹരണങ്ങൾ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നോക്കാം. 3 പരിസ്ഥിതി ഉണ്ട്, അതിലെ ഉദാഹരണങ്ങൾ പരസ്പരം മാറിപ്പോകാതെ തന്നെ പഠിക്കുക. മനുഷ്യനിർമ്മിത പരിസ്ഥിതി പെടുന്നതാണ് നമ്മുടെ കൃഷിയിടങ്ങള്, പട്ടണങ്ങള്, വീട്, വസ്ത്രം, വാഹനങ്ങൾ, ഗൃഹോപകരണങ്ങൾ, ആയുധങ്ങൾ, ഔഷധങ്ങൾ, ഉപകരണങ്ങൾ, പണിയായുധങ്ങൾ, ആശയവിനിമയ ഉപാധികൾ, സ്റ്റേഷനറി സാധനങ്ങൾ. ഇതെല്ലാം മനുഷ്യനിർമ്മിത പരിസ്ഥിതിയിൽ ഉൾപ്പെടുന്നതാണ്. ഇനി അടുത്ത ലാസ്റ്റത്തേതാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. മൂന്നാമത്തേതാണ് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. ഒരു സമൂഹത്തിൽ പൊതുവായി കണ്ടുവരുന്നതോ നിലനിൽക്കുന്നതോ ആയ ഒരു കൂട്ടം വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പെരുമാറ്റ രീതികളും കൂടിച്ചേർന്നതാണ് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. അപ്പൊ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു സമൂഹത്തില് നമ്മൾ സമൂഹമായിട്ടാണ് ജീവിക്കുന്നത്. മനുഷ്യർ സാമൂഹ്യ ജീവിയാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ അതിൽ കണ്ടുവരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്നതായിട്ട് ഒരു കൂട്ടം വിശ്വാസങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, പെരുമാറ്റ രീതികളുണ്ട്. ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് ഏത് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി, സോഷ്യോ കൾച്ചറൽ എൻവയോൺമെന്റ്. അപ്പൊ 3 തരത്തിലുള്ളതുണ്ട്: പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി. ഇനി നോക്കിക്കേ, ഓരോ വ്യക്തിയുടെയും വളർച്ച, കാഴ്ചപ്പാട്, വ്യക്തിത്വം എന്നിവയ്ക്ക് രൂപം നൽകുന്നത് ആ വ്യക്തിയുടെ സാംസ്കാരിക പരിസ്ഥിതിയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ വളർച്ച അല്ലെങ്കിൽ അവന്റെ കാഴ്ചപ്പാടെല്ലാം ഈ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലൂടെ ലഭിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, അത് ആ വ്യക്തിയെ മോശവുമാക്കാം നല്ലതുമാക്കാം. അപ്പം ഓരോ വ്യക്തിയുടെയും വളർച്ച, കാഴ്ചപ്പാട്, വ്യക്തിത്വം എന്നിവയ്ക്ക് രൂപം നൽകുന്നത് ആ വ്യക്തിയുടെ സാംസ്കാരിക പരിസ്ഥിതിയാണ്. അപ്പൊ നമ്മുടെ സാംസ്കാരിക പരിസ്ഥിതിക്ക് നമ്മൾ പറഞ്ഞായിരുന്നു, ആ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങള്, അനുഷ്ഠാനങ്ങള്, കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയിൽ ഉൾപ്പെടും. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ പരിസ്ഥിതിയാണ് സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. അതിന്റെ ഉദാഹരണങ്ങൾ നോക്കിക്കേ, ഏതൊക്കെയാണ്? ഭാഷ, ആചാരാനുഷ്ഠാനങ്ങൾ, ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, സാമൂഹ്യ ഘടന, ജനസംഖ്യ, സാമൂഹ്യ ബന്ധങ്ങൾ, നഗരവൽക്കരണം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യ മൂല്യങ്ങൾ. ഇവയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിയിൽ പെടുന്ന കാര്യങ്ങൾ. ഏതൊക്കെയാണ്? ഭാഷ, ആചാരാനുഷ്ഠാനങ്ങള്, ഉത്സവങ്ങള്, ആഘോഷങ്ങൾ, സാമൂഹ്യ ഘടന, ജനസംഖ്യ, സാമൂഹ്യ ബന്ധങ്ങൾ, നഗരവൽക്കരണം, രാഷ്ട്രീയം, സാമ്പത്തികം, സാമൂഹ്യ മൂല്യങ്ങൾ. ഇവയാണ് നമ്മുടെ സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതിക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ പരിസ്ഥിതിക്ക് 3 തരത്തിലുള്ള തലങ്ങൾ അല്ലെങ്കിൽ 3 തരത്തിലുള്ള പരിസ്ഥിതി ഉണ്ട്. ഏതൊക്കെയാണ്? പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി. ഇപ്പൊ ഇവയുടെ ഉദാഹരണങ്ങൾ ഒരു 5-6 ഉദാഹരണങ്ങളായിട്ട് തന്നിട്ടുണ്ട്. അത് വായിക്കുക, പഠിക്കുക, മാറിപ്പോവാതെ തന്നെ പഠിക്കുക. ഇന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്താണ് പെടുന്നത്. നമ്മൾ ജസ്റ്റ് മാൻമെയ്ഡ് എൻവയോൺമെന്റ്, അതായത് മനുഷ്യനിർമ്മിതം ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. കാരണം ഇതെല്ലാ സാധനങ്ങളും മനുഷ്യൻ പിന്നീട് ഉണ്ടാക്കിയതാണല്ലോ, അങ്ങനെ ഒരു ഓർമ്മ വരും. പിന്നെ ചിലപ്പോൾ മാറിപ്പോകുന്ന പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ വരുന്നതും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയിലും വരുന്നു. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലുള്ളതേ ഉള്ളൂ. അപ്പം മാറിപ്പോകാതെ തന്നെ നന്നായിട്ട് വായിക്കുക. നിങ്ങൾ വായിക്കുമ്പം ഇത് ഇന്ന കാര്യങ്ങൾ ഇന്നതിൻ്റെ അകത്ത് പെടുന്നതാണല്ലോ, അങ്ങനെ ഓർത്തോർത്ത് തന്നെ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് പോയിക്കൊണ്ട് തന്നെ പഠിച്ചു പോവുക. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി അടുത്ത് നമ്മുടെ പരിസ്ഥിതി എന്ന് പറഞ്ഞ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ജൈവിക പരിസ്ഥിതി, ഭൗതിക പരിസ്ഥിതി, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി. അതിൽ ഈ ജൈവിക പരിസ്ഥിതിയാണ് ഏത്? നമ്മുടെ പ്രകൃതിദത്ത പരിസ്ഥിതി. ഭൗതിക പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെ മനുഷ്യനിർമ്മിത പരിസ്ഥിതിയും പെടും. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു, പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും
ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ അജീവീയ ഘടകങ്ങളായിട്ടുള്ള വായു, ജലം, മണ്ണ്, പാറ അത് പ്രകൃതിദത്ത പരിസ്ഥിതിയിൽ ഉൾപ്പെടും. അതുപോലെ തന്നെ അത് ഭൗതിക പരിസ്ഥിതി, അതായത് മനുഷ്യനിർമ്മിത പരിസ്ഥിതി എന്ന ആ ഒരു ഇതിന് അത് അജീവീയ ഘടകം ആയതുകൊണ്ടാണ് അതിൻ്റെ അകത്ത് ഉൾപ്പെടുന്ന രീതിയിൽ ഇതിൽ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം പ്രകൃതിദത്ത പരിസ്ഥിതിയും ഇതങ്ങനെ ചോദിക്കാറില്ല. പ്രകൃതിദത്ത പരിസ്ഥിതിയും നമ്മുടെ മനുഷ്യനിർമ്മിത പരിസ്ഥിതിയും സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതിയും അതിലെ ഉദാഹരണങ്ങൾ മാറിപ്പോകാതെ തന്നെ പഠിക്കാം. ഇനി നമ്മൾ പറഞ്ഞു പ്രകൃതിദത്ത പരിസ്ഥിതി അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കുന്ന കാര്യം. നമ്മുടെ ചുറ്റുപാടും നല്ല രീതിയിലാണോ കിടക്കുന്നത്, അല്ലെങ്കിൽ നന്നായി തന്നെ പോകുന്നുണ്ടോ, പ്രകൃതിക്ക് എന്തെങ്കിലും ദോഷങ്ങൾ സംഭവിക്കുന്നുണ്ടോ, അതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കാറുള്ള കാര്യം. അപ്പൊ പ്രകൃതിദത്ത പരിസ്ഥിതിയും നേരിടുന്ന വെല്ലുവിളികൾ, അതാണ് നമ്മൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങളുണ്ട്. എന്താണ് നമ്മുടെ ഈ ഒരു പ്രകൃതിദത്ത പരിസ്ഥിതിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ പ്രകൃതിദത്ത പരിസ്ഥിതി എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നതെന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഇവിടെ ജസ്റ്റ് നമ്മുടെ പ്രകൃതിദത്ത പരിസ്ഥിതിയുമായിട്ട് പ്രകൃതിദത്ത പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ അവന്റെ പ്രകൃതിദത്ത പരിസ്ഥിതിയിലെ വിവിധ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. മനുഷ്യന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് ആവശ്യമായ വായു, ജലം, ആഹാരം മുതലായവ നിറവേറ്റാൻ പറ്റിയ ഒരേ ഒരു ഇടമാണ് അവന്റെ പ്രകൃതിദത്ത പരിസ്ഥിതി. വായു ലഭ്യത, കാലാവസ്ഥ എന്നിവയെ നിയന്ത്രിക്കുന്നത് പ്രകൃതിദത്ത പരിസ്ഥിതിയാണ്. പ്രകൃതി ഭംഗിക്ക് പ്രധാന ഹേതു പ്രകൃതിദത്ത പരിസ്ഥിതിയാണ്. ഇത് മനുഷ്യന്റെ കായിക മാനസിക ആരോഗ്യം നിലനിർത്താൻ അത്യന്താപേക്ഷിതമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. ജീവികളുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും പ്രദാനം ചെയ്യുന്ന എന്താണ്? പരിസ്ഥിതിയാണ്. ജീവികളുടെ എല്ലാവിധ ജീവിക പ്രവർത്തനങ്ങളും പരിസ്ഥിതിയെ ആശ്രയിച്ചിരിക്കുന്നു. ജസ്റ്റ് പ്രകൃതിദത്ത പരിസ്ഥിതി അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം കാണിച്ചുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ നമ്മൾ നോക്കാൻ പോകുന്ന അതിന്റെ വെല്ലുവിളികളൊക്കെയാണ്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്, അത് ഗ്രാമങ്ങളിലായിക്കോട്ടെ നഗരങ്ങളിലായിക്കോട്ടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ജസ്റ്റ് നമ്മൾ അതിന്റെ ഹെഡിങ് മാത്രം നോക്കിയാൽ മതി. പിന്നെ നമുക്ക് പൊതുവായി അറിയാവുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഞാൻ ആ പാരഗ്രാഫ് അങ്ങനെ വായിച്ചു വിടുന്നില്ല. നമ്മൾ ആ ജസ്റ്റ് ഹെഡിങ്ങുകൾ മാത്രം ഓർത്തിരുന്നാൽ മതി. എന്തൊക്കെ വെല്ലുവിളികളാണ് നമ്മുടെ പ്രകൃതിദത്ത പരിസ്ഥിതി നേരിടുന്നത്. അപ്പൊ ആദ്യം നമ്മൾ നോക്കുന്ന ഗ്രാമങ്ങളിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ. ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെയാണ് നമ്മുടെ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ. പിന്നെ വരുന്ന നമ്മുടെ ഭൂമിയിൽ നിന്നുള്ള കുറഞ്ഞ വരുമാനം. കാരണം കൃഷിയൊക്കെ കുറയുമ്പോൾ നമുക്ക് വരുമാനം, ഈ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കെല്ലാം വരുമാന മാർഗം എന്ന് പറയുന്നത് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഭൂമിയിൽ നമ്മൾ കൃഷി ചെയ്യാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ കൃഷി നശിച്ചു പോകുമ്പോൾ അവരുടെ വരുമാന മാർഗം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭൂമിയിൽ നിന്നുള്ള കുറഞ്ഞ വരുമാനം, ഇതെല്ലാം നമ്മുടെ പ്രകൃതിദത്ത പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളിയാണ്. ഇനി രാസവളങ്ങൾക്കുള്ള മുൻഗണന. ഓക്കെ, പിന്നെ അനാരോഗ്യകരമായതും വൃത്തിയില്ലാത്തതുമായ ശീലങ്ങൾ, ജലക്ഷാമം, ഇവയെല്ലാം നമ്മുടെ ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനിയും കൂടുതലുണ്ട്, പക്ഷെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്തൊക്കെയാണ്? കാർഷിക മേഖലയിലെ പ്രശ്നങ്ങള്, പിന്നെ ഭൂമിയിൽ നിന്നുള്ള കുറഞ്ഞ വരുമാനം, രാസവളങ്ങൾക്കുള്ള മുൻഗണന, അനാരോഗ്യകരമായതും വൃത്തിയില്ലാത്തതുമായ ശീലങ്ങള്, ജലക്ഷാമം, ഇവയെല്ലാം ഗ്രാമങ്ങളിൽ ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. ഇനി നഗരങ്ങളിലാണെങ്കിലോ ഒന്നാമതായിട്ട് വരുന്നതാണ് നമ്മുടെ ജനപ്പെരുപ്പം. പിന്നെയുള്ളതാണ് ദാരിദ്ര്യവും പോഷണ വൈകല്യവും. പിന്നെ നമ്മുടെ രോഗലക്ഷണങ്ങള്, പിന്നെ സാംക്രമിക രോഗങ്ങൾ, അതായത് മലേറിയ, കോളറ, വിവിധതരം പനികൾ, ഇതെല്ലാം സാംക്രമിക രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അതൊന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ, ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളൊക്കെ പഠിച്ചായിരുന്നു. അപ്പൊ അതിൻ്റെ അകത്ത് ഈ മലേറിയ, കോളറ, വിവിധതരം പനികളെല്ലാം സാംക്രമിക രോഗങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് പട്ടണങ്ങളിൽ വൃത്തിഹീനമായതും ജനനിബിഡവുമായ അന്തരീക്ഷത്തിൽ വളരുന്ന രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങള്. അതിന് ഉദാഹരണങ്ങൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. മലേറിയ, കോളറ, വിവിധ തരം പനികൾ, അതെല്ലാം സാംക്രമിക രോഗങ്ങൾ നഗരങ്ങളിൽ കാണപ്പെടുന്ന കേട്ടോ. നമ്മുടെ ഗ്രാമങ്ങളിൽ പൊതുവെ ഇത്തരം രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന കുറവെന്ന് പറയത്തില്ല, എന്നാലും കൂടുതലായിട്ട് ഈ നഗരങ്ങളിലാണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നതാണ്. പിന്നെ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനം വളരെ കുറവാണ്. പിന്നെ അന്തരീക്ഷം എല്ലാം പെട്ടെന്ന് മലിനമാകുന്നു. അപ്പൊ കൂടുതലും രോഗങ്ങൾ ഈ നഗരപ്രദേശത്തേക്കാണ് വരുന്നത്. അതാണ് സാംക്രമിക രോഗങ്ങൾ, അല്ലാത്ത രോഗലക്ഷണങ്ങൾ. പിന്നെ നമ്മുടെ ഇപ്പൊ ഞാൻ പറഞ്ഞു പോയത് തന്നെ വായു മലിനീകരണം, ജലലഭ്യത, ഇതെല്ലാം എവിടെ ഉണ്ടാകുന്നതാണ്? നഗരങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇനി ഉണ്ടാകുന്നതാണ് വൈദ്യുതി വിതരണം, ഗതാഗതം, ഇതെല്ലാം നഗരങ്ങളിലെ
പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. അപ്പൊ ഇവയ്ക്ക് എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ്? നമ്മൾ ഓരോ വർഷം കഴിയുന്തോറും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അവിടെ ഇവിടെ നിന്നെല്ലാം പ്രസംഗിക്കാറുള്ളതാണ്. ഇതിനെല്ലാം ഈ പരിഹാരം ചെയ്യണം, അത് ചെയ്യണം, അതിന്. പക്ഷെ അത് നടപ്പിലാക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ ഓരോ വർഷങ്ങൾ കഴിയും തോറും പരിസ്ഥിതി മലിനമാകുന്നുണ്ട്. കൂടുതൽ നമുക്ക് പരിസ്ഥിതി സംരക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതലും മലിനമായിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തൊക്കെ പരിഹാര മാർഗങ്ങൾ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. നോക്കിക്കേ, വ്യവസായശാലകൾ, ഞാൻ എല്ലാം വായിച്ചു പോകുന്നില്ല കേട്ടോ, കാരണം നമുക്ക് അറിയാവുന്ന ടോപ്പിക്കുകളാണ്. വ്യവസായശാലകളിൽ നിന്ന് വാഹനങ്ങളിൽ നിന്നുള്ള പുക കർശനമായി നിയന്ത്രിക്കുക, അന്തരീക്ഷ മലിനീകരണം നിയന്ത്രിക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി സൗഹൃദ ശുദ്ധീകരണശാലകൾ സ്ഥാപിക്കുക, വനം വന്യജീവി സംരക്ഷണം ഉറപ്പുവരുത്തുക, ഇതിനുവേണ്ടി വനപ്രദേശങ്ങളുടെ സംരക്ഷണം, മലകൾ, മലനിരകൾ, വൃഷ്ടി പ്രദേശങ്ങൾ എന്നിവയുടെ സംരക്ഷണം, മണ്ണൊലിപ്പ് തടയൽ, പരിസ്ഥിതിക്ക് ഹാനികരമല്ലാത്ത രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിന് പ്രോത്സാഹനം തുടങ്ങിയവയിൽ ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ ഞാൻ ചെറുത് വായിച്ചു പോകും. എനിക്കറിയാം നിങ്ങൾക്കും കേൾക്കുമ്പോൾ ഒരു ചെറിയ ബോറടി പോലെ തോന്നും, കാരണം അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുക വഴി കീടനാശിനി പ്രയോഗം നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ മണ്ണിര കമ്പോസ്റ്റ് പോലുള്ള നൂതന രീതികൾ ജൈവ മാലിന്യ നിയന്ത്രണത്തിന് സഹായകരമാവുകയും രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുകയും ചെയ്യും. അജൈവ മാലിന്യങ്ങളുടെ സംസ്കരണവും പുനരുപയോഗവും കാര്യക്ഷമമാക്കേണ്ടതാണ്. നമ്മൾ അജൈവ മാലിന്യങ്ങളും ജൈവ മാലിന്യങ്ങളും നമ്മൾ പഠിച്ചായിരുന്നു. നമ്മൾ സയൻസിന്റെ 4ാം ക്ലാസ് യൂണിറ്റിൻ്റെ അകത്ത് പഠിച്ചായിരുന്നു. പിന്നെ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങളുടെ അകത്ത് പെടും, ജൈവ മാലിന്യങ്ങളുടെ നമ്മുടെ ഫുഡ് വേസ്റ്റുകളെല്ലാം പെടും, നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ അജൈവ മാലിന്യങ്ങളൊക്കെ സംസ്കരിക്കുന്നതിന് പ്രത്യേകം എന്താ അതിനു വേണ്ടിയുള്ള യൂണിറ്റുകൾ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യക്ഷമമാക്കണം. അപ്പൊ ഇതെല്ലാം അതിനുള്ള പരിഹാര മാർഗങ്ങളാണ്. ഇനി വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ദേശീയ തലത്തിൽ പരിസ്ഥിതി അവബോധം ഉറപ്പുവരുത്തുന്നതിനും സംരക്ഷണത്തിനും വേണ്ടി വിവിധ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നിട്ടുള്ളു. അതായത് പരിസ്ഥിതി അവബോധം ഉറപ്പുവരുത്തുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി ദേശീയ തലത്തില് വിവിധ തരത്തിലുള്ള നിയമങ്ങള് പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. ആ നിയമങ്ങളുടെ പേരും അതിന്റെ വർഷവും ഓർത്തിരിക്കണം. പക്ഷെ എല്ലാം ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഒരെണ്ണം അതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്മുടെ കഴിഞ്ഞ കാലത്ത് LP UP ആ ഒരു എക്സാമിന്റെ അകത്ത്, UPയുടെ എക്സാമിന്റെ അകത്ത് പറയുന്ന ഒരു നിയമത്തെ പറ്റി ചോദിച്ചായിരുന്നു. അപ്പൊ ഒന്നാമത്തെ നോക്കിയേ, ദേശീയ വനനയം എന്നാണ് 1952. ഞാൻ കുറച്ചുകൂടെ സൂം ആക്കാം കേട്ടോ, നിങ്ങൾക്ക് കാണത്തില്ലെങ്കിൽ. ദേശീയ വനനയം എന്താണ്? 1952 നമ്മുടെ ദേശീയ വനനയം പ്രാബല്യത്തിൽ വന്നത്. നമ്മുടെ വനദിനം നമ്മൾ ആഘോഷിക്കുന്നത് മാർച്ച് 21. നമ്മുടെ വനദിനം ആഘോഷിക്കുന്ന ഡേറ്റ് ഏതാ? മാർച്ച് 21. നമ്മൾ ഒരു കോഡ് പറയും, വനജയുടെ കാലക്ഷയം. നിങ്ങൾക്ക് അറിയാവുന്നത് എനിക്ക് തോന്നുന്നത്. വനജയുടെ കാലക്ഷയം, അതായത് വന പിന്നെ യം, അതായത് വനജയുടെ കാലക്ഷയം എന്ന് പറയുമ്പോൾ വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. അത് അടുപ്പിച്ച ഡേറ്റുകളാണ്. അതായത് മാർച്ച് 21, 22, 23, 24. റിപ്പീറ്റ് ആയിട്ട് നമ്മൾ ഡേറ്റുകളും അതിന് ക്ലാസ് എടുക്കാം. അപ്പൊ അത് ക്ലാസ്സുകൾ എടുക്കാം കേട്ടോ. മാർച്ച് 21, 22, 23 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റുകൾ എന്ന് പറയുന്നത് വനജയുടെ കാലക്ഷയം. പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള ഒരു കോഡാ. വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. ഇപ്പൊ ആ വനനയം വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഡേറ്റ് കൂടെ പറഞ്ഞു പോയെന്നുള്ളൂ. മാർച്ച് 21 നമ്മുടെ വനദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇനി തൊട്ടടുത്ത് നമ്മുടെ 22 ആണെങ്കിൽ അത് ജലദിനം. പിന്നെ 23 ആണെങ്കിൽ അത് കാലാവസ്ഥാ ദിനം. അത്രേ എഴുതുന്നുള്ളൂ കേട്ടോ, കാലാവസ്ഥാ ദിനം. ഇനി 24 ആണെങ്കിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. അപ്പൊ അത് അടുപ്പിച്ചുള്ള ഡേറ്റുകൾ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഡൊക്കെ ഇട്ടേക്കുന്നത്. വനജയുടെ കാലക്ഷയം എന്ന്, അതായത് വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, ക്ഷയരോഗ നിർമ്മാർജ്ജന ദിനം. നിങ്ങൾക്ക് അറിയാവുന്നതെന്ന് എനിക്കൊന്നുമില്ല, ഞാൻ കുഴപ്പമില്ല ടൈപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. അപ്പൊ കിട്ടാത്തവർക്ക് അത് അടുപ്പിച്ചുള്ള ഡേറ്റുകളാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് മാർച്ച് 21, മെയ് 21, ഏപ്രിൽ 21 അങ്ങനെ തന്നെ ചിലപ്പോൾ മാറി വരാം. അപ്പൊ അതിൽ വനദിനം ആഘോഷിക്കുന്ന മാർച്ച് 21, ജലദിനമാണെങ്കിൽ മാർച്ച് 22, കാലാവസ്ഥാ ദിനമാണെങ്കിൽ മാർച്ച് 23, ക്ഷയരോഗ നിർമ്മാർജ്ജനമാണെങ്കിൽ മാർച്ച് 24. അപ്പൊ ജസ്റ്റ് ഞാൻ ആ വനനയം കണ്ടോണ്ട് ആ ഡേറ്റുകളൂടെ പറഞ്ഞു കേട്ടോ. ഇനി അടുത്തതാണ് നമ്മുടെ അടുത്ത നയം എന്ന് വരുന്നതാണ് ദേശീയ പരിസ്ഥിതി ആസൂത്രണ നിയന്ത്രണ കമ്മിറ്റി. അത് 1972. പിന്നെ നമ്മുടെ ജലമലിനീകരണ നിയന്ത്രണ നിയമം 1974. ഞാൻ ഈ ഇടയ്ക്കൂടെ വരച്ചാൽ നിങ്ങൾക്ക് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി വന്യജീവി സംരക്ഷണ നിയമം
1974, വനസംരക്ഷണ നിയമം 1980, വായു മലിനീകരണ നിയന്ത്രണ നിരോധന നിയമം 1981, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, പരിസ്ഥിതി സംരക്ഷണ ഭേദഗതി നിയമം 2016, ദേശീയ ഹരിത ട്രിബ്യൂണൽ ആക്ട് 2010. ഈ ഒരു പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ LP UPയിലെ ഞാൻ പറഞ്ഞില്ല, UP എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. ദേശീയ ഹരിത ട്രിബ്യൂണൽ ആക്ട് നിലവിൽ വന്നത് 2010. അത് അങ്ങനെ അല്ല ചോദിച്ചത് നമ്മുടെ നമ്മൾ ആ ബ്രഹ്മപുരത്ത് ആ മാലിന്യ സംസ്കരണ പ്ലാനിലുണ്ടായ തീപിടുത്തം ഉണ്ടായിരുന്നല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റിനാണ്. ഞാൻ ആ ക്വസ്റ്റിന് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത്? അതാണ് ക്വസ്റ്റ്യൻ വന്നത്. അത് ജനറൽ ആയിട്ട് വന്നൊരു കാര്യമാണ് നമ്മുടെ EVS ബന്ധപ്പെട്ട്. അതുകൊണ്ട് നമ്മൾ ന്യൂസ് അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നോക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റുണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം. ഓപ്ഷൻസ് കൂടെ ഞാൻ വായിച്ചു തരാം. കേരള ഹൈക്കോടതി, സുപ്രീം കോടതി, ദേശീയ ഹരിത ട്രിബ്യൂണൽ, ജില്ലാ കോടതി. ഇങ്ങനെയായിരുന്നു 4 ഓപ്ഷൻസ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ദേശീയ ഹരിത ട്രിബ്യൂണൽ ആണ്. അപ്പൊ ആ ഒരു നിയമം ഇവിടെ ആക്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാ. ക്വസ്റ്റ്യൻ അത് ജനറൽ ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മുടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആ സയൻസുമായിട്ട് സയൻസ് എന്നല്ല, നമ്മൾ ന്യൂസ് ഡെയിലി പത്രം വായിക്കുക, പിന്നെ നമ്മൾ ഫോണിൻ്റെ അകത്തെല്ലാം കിട്ടും. അപ്പൊ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന എല്ലാ ന്യൂസുകളും നോക്കുക. ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു, പെട്ടെന്ന് വന്നു. പിന്നെ ദേശീയ ഹരിത ട്രിബ്യൂണൽ ആയിരിക്കും ഓർത്താണ് ആ സാധനം ഒരു ബബിൾ ചെയ്ത്. ബാക്കി അങ്ങനെ വലിയ നമുക്ക് തോന്നിയില്ല. നമ്മുടെ ജില്ലാ കോടതിയും കേരള ഹൈക്കോടതി, സുപ്രീം കോടതിയൊന്നും. പിന്നെ ഓടുവണ്ട് എന്ന രീതിയിൽ കണ്ടതുകൊണ്ടാണ് അത് ബബിൾ ചെയ്തത്, നമ്മുടെ ദേശീയ ഹരിത ട്രിബ്യൂണൽ. അപ്പൊ ജസ്റ്റ് ഇത് കണ്ടപ്പോൾ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ ഒരു ആക്ട് നിലവിൽ വന്ന വർഷം 2010. അപ്പൊ അത് ഓർത്തിരിക്കുക. ഇത്രയാണ് നമ്മുടെ പരിസ്ഥിതി അല്ലെങ്കിൽ പരിസരവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ. നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് പരിസരവും പഠിതാവും. ഇത് നമ്മുടെ പഠിതാക്കളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് നമുക്ക് S4ലാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഇവിടെ ജസ്റ്റ് എത്ര തരത്തിലുള്ള പഠിതാക്കളുണ്ട് അത് നമ്മളാണ് പറയുന്നതാണ് പഠനശൈലി വിഭജനം. പഠനശൈലി വിഭജനം നടത്തിയത് ബെർണിക്ക മാക്കാർത്തി എന്നുള്ള ആളാണ്. അത് 1997. അത് ചോദിച്ചിട്ടുള്ളതാണ് പഠനശൈലി വിഭജനം നടത്തിയത്. ഞങ്ങളത് MC കാർത്തി എന്നൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത്, പഠിക്കുന്ന സമയത്ത് കേട്ടോ. ബെർണിക്ക മാക്കാർത്തി എന്നുള്ളതാണ്. അത് 1997 പഠനശൈലി വിഭജനം. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് S4ലുണ്ട്, പക്ഷെ ഞാനത് കാണിക്കാം. 4 തരത്തിലുള്ള പഠിതാക്കൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഏത്? ക്രിയാത്മക പഠിതാക്കൾ, സാമാന്യയുക്തി പഠിതാക്കൾ, ഭാവനാത്മക പഠിതാക്കൾ, വിശകലനാത്മക പഠിതാക്കൾ. ഇതിനെല്ലാം എക്സാമ്പിൾസ് അല്ലെങ്കിൽ ക്രിയാത്മക പഠിതാക്കൾ ഏത് ടൈപ്പിലുള്ള ആൾക്കാരാണ്, അങ്ങനെ ഈ 4 തരത്തിലുള്ള പഠിതാക്കളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ S4ലാണ് പറയുന്നത്. ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട് ഒരു വിഷയം. ഉദാഹരണത്തിന് പരിസര പഠനം എങ്ങനെ പഠിക്കുന്നു എന്ന് പഠിതാവിന്റെ ജിജ്ഞാസയുമായും ആർജിത അനുഭവങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അധ്യാപകർ കുട്ടിയുടെ പഠന ശൈലികൾ തിരിച്ചറിയുകയും അവയ്ക്ക് അനുയോജ്യമായ പഠന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഉള്ളടക്കത്തിനും പ്രക്രിയയ്ക്കും അപ്പുറം ഇത്തരം കാര്യങ്ങൾ കൂടി പരിസര പഠനത്തിൽ പരിഹരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു 4 തരത്തിലുള്ള പഠിതാക്കളുണ്ട്. ആ പഠനശൈലി വിഭജനം നടത്തിയതാണ് ഞാൻ പഠിച്ച പോലെ MC കാർത്തി എന്നൊന്നും ആരും പഠിക്കണ്ട. ഇനി നിങ്ങൾക്ക് അത് എളുപ്പമാണ്, എങ്ങനെ പഠിച്ചു. ബെർണിക്ക MC കാർത്തി എന്നാണ് ഞാൻ പഠിച്ചത്. അത് മാക്കാർത്തി എന്നാണ് 1997 പഠനശൈലി വിഭജനം നടത്തിയത്. അപ്പൊ അത് S4ൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, ഞാനത് എടുത്തിട്ടുണ്ട്, ഞാൻ കാണിക്കാതെ. ഓക്കെ, ഇത് ആ ടെക്സ്റ്റിന്റെ ആ ഭാഗം ഞാൻ ഇങ്ങനെ സ്കാൻ ചെയ്തെടുത്താണ്. ശാസ്ത്രം പഠിക്കുന്ന കുട്ടി, ഇത് S4ലേതാണ്. 2nd യൂണിറ്റ് അല്ല 4ാമത്തെ യൂണിറ്റ് വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ശാസ്ത്രം പഠിക്കുന്ന കുട്ടി. ജസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് S1ൽ ഈ സംഭവങ്ങൾ നമ്മൾ പഠിച്ചതാണ് എന്ന് അവരെടുത്ത് കാണിക്കുന്നതാണ്. അവിടെയും പറഞ്ഞിട്ടുണ്ട് പഠനശൈലി വിഭജനം ബെർണിക്ക MC കാർത്തിയാണ് നടത്തിയത്. 4 തരത്തിലുള്ളതുണ്ട്: ക്രിയാത്മക പഠിതാക്കള്, സാമാന്യയുക്ത പഠിതാക്കള്, ഭാവനാത്മകം, വിശകലനാത്മക പഠിതാക്കള്. അപ്പൊ അതിൽ ക്രിയാത്മക പഠിതാക്കളിൽ പെടുന്നതാണ് പരീക്ഷിച്ച് നോക്കാനും ചെയ്ത് പഠിക്കാനും ഇഷ്ടപ്പെടുന്നു, തെറ്റുകളെ കുറിച്ച് ആശങ്കയില്ല, വ്യത്യസ്തത ഇഷ്ടപ്പെടുന്നു, മാനസികോത്തേജനം നൽകുന്ന പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നു, പ്രവർത്തനങ്ങളിൽ മുഴുകാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കാനും തൽപരരാണ്, ആസൂത്രണം ചെയ്യാനും നേർദിശയിലാണ് പോകുന്നതെന്ന് ഉറപ്പുവരുത്താനും ശ്രമിക്കാറില്ല, സമയനിഷ്ഠ പാലിക്കാറില്ല. അത് ക്രിയാത്മക പഠിതാക്കളിൽ പെടുന്ന
കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ വരുന്നത് ക്രിയാത്മക പഠിതാക്കളുടെ ഗണത്തിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏത്, അങ്ങനെ നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ ഇങ്ങനെ ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഓപ്ഷൻസിൽ ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും 4 തരത്തിലുള്ളത് തരും. അതില് ക്രിയാത്മകത്തിന്റെ ഏത് അല്ലെങ്കിൽ വിശകലനാത്മക പഠിതാക്കളുടെ ഏത്, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ സാമാന്യയുക്ത പഠിതാക്കള്. നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം മനസ്സിലാക്കുന്നു, ലഭ്യമായ സമയം ആസൂത്രണം ചെയ്ത് ഉപയോഗിക്കുന്നു, തനിയെ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു, കൃത്യമായി തീരുമാനങ്ങൾ എടുക്കുന്നു, സ്വന്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു, എന്നാൽ വളരെ ഭാവനാത്മകമല്ല ഇവരുടെ പ്രവർത്തനം, തന്റെ ദൗത്യം പെട്ടെന്ന് പൂർത്തീകരിക്കാൻ ഇഷ്ടപ്പെടുന്നു, എന്നാൽ ഇന്ന രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് നിർദ്ദേശിക്കുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇതെല്ലാം നമ്മുടെ സാമാന്യയുക്ത പഠിതാക്കളിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇനി അടുത്തത് ഭാവനാത്മക പഠിതാക്കള്. പ്രശ്നത്തെ സമഗ്രമായി കാണാനും ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നു, ബ്രെയിൻ സ്റ്റോമിംഗ് ഇഷ്ടപ്പെടുന്നു, തങ്ങളുടെ ഭാവന ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നു, ശ്രദ്ധിച്ചു കേൾക്കുന്നു, സംഘപ്രവർത്തനം ഇഷ്ടപ്പെടുന്നു, അല്പനേരം പ്രവർത്തിച്ച ശേഷം അത് ഉപേക്ഷിച്ച് പ്രശ്നത്തിന്റെ മറ്റൊരു വശത്തേക്ക് ശ്രദ്ധ തിരിക്കുന്നു, പ്രധാനപ്പെട്ട വസ്തുതകൾ മറക്കുന്നു, ഏറെ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് തീരുമാനം എടുക്കുന്നില്ല. ഈ ഓരോ പഠിതാക്കൾക്കും അതിൻ്റെതായ പോസിറ്റീവ് വശങ്ങളും ഉണ്ട്, നെഗറ്റീവ് വശങ്ങളും ഉണ്ട്. അപ്പൊ ജസ്റ്റ് അതൊന്ന് ഓർത്തിരിക്കുക, ഏത് പഠിതാക്കളുടെ പ്രത്യേകതകളാണ് ഇതെന്ന്. ചിലപ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷെ എന്നാലും നോക്കുക ഏതൊക്കെയാണ് അതിന്റെ പോസിറ്റീവ് വശങ്ങൾ വരുന്നത്, അതിന്റെ നെഗറ്റീവ് വശങ്ങൾ വരുന്നത് എന്നുള്ളത്. ലാസ്റ്റത്തേതാണ് നമ്മുടെ വിശകലനാത്മക പഠിതാക്കള്. പ്രവർത്തനങ്ങൾ ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്യുന്നു, തനിയെ പ്രവർത്തിക്കാൻ കഴിയും, വിശകലനം, യുക്തി എന്നിവ പ്രയോഗിച്ച് കഴിയുന്ന ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം എളുപ്പത്തിൽ കണ്ടെത്തുന്നു, വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നു, സംഘ ചർച്ചകൾ ഇഷ്ടപ്പെടുന്നില്ല. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. നമ്മുടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് S4ന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞു പോകുന്നതാണ്. ഇതിപ്പോ ജസ്റ്റ് നമ്മുടെ S1ൽ ആ പേരുകൾ തന്നിരിക്കുന്നതുകൊണ്ട് എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വിടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഓരോ പഠിതാക്കളും ഏത് തരത്തിലുള്ളവരാണ് എന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഞാൻ ആ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു PDF കൂടെ എടുത്തിട്ടെന്നുള്ളതേ ഉള്ളൂ. നമുക്ക് S1ൽ ജസ്റ്റ് ആ പേരുകൾ മാത്രം നമ്മൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. S4ലേക്ക് വരുമ്പോഴാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ പറഞ്ഞായിരുന്നു ഊന്നൽ കൊടുക്കണം എന്ന് പറയുന്നത്. പഠന പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യണം. പരിസര പഠനത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ ഊന്നൽ കൊടുക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിങ്ങനെ നമുക്ക് ഇപ്പൊ ഞാൻ PDF ആയിട്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ 4 പോയിന്റ് കാണുന്നുള്ളൂ. ഈ 4 കഴിഞ്ഞിട്ട് ഇവിടെ കുറേ പോയിന്റുകൾ ഇങ്ങനെ നിരവധി കിടപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട മേഖലകളാണ്. അപ്പൊ ജസ്റ്റ് 2-3 ഇത് വായിച്ചു പോവാട്ടോ. കൗതുകം, ജിജ്ഞാസ, നിരീക്ഷണ പാഠം എന്നിവ പരിപോഷിപ്പിക്കുക, മെച്ചപ്പെടലിന് വേണ്ടി പരിശ്രമിക്കുക, ശാസ്ത്രത്തിന്റെ ദുരുപയോഗം തടയുക, ശാസ്ത്രീയ വീക്ഷണം രൂപപ്പെടുത്തുക, പരിസ്ഥിതി സൗഹൃദ മനോഭാവം വളർത്തുക, പ്രകൃതിയിലെ പരസ്പരാശ്രയം തിരിച്ചറിയുക, സുസ്ഥിര വികസനം എന്ന ആശയം വ്യാപിപ്പിക്കുക, ദൈനംദിന ജീവിതവുമായി പഠനത്തെ ബന്ധപ്പെടുത്തുക, ശാസ്ത്രത്തിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കുക, നാടിന്റെ നേട്ടങ്ങളിൽ അഭിമാനിക്കുക, പങ്കാളികളാവുക, ശാസ്ത്ര നേട്ടങ്ങൾ സമൂഹ നന്മയ്ക്കായി പ്രയോജനപ്പെടുത്തുക. ഇവയാണ് നമ്മൾ പ്രധാനമായിട്ടും പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പരിഗണിക്കേണ്ട അല്ലെങ്കിൽ ഊന്നൽ നൽകേണ്ട മേഖലകൾ. ഇത് DLEDകാർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം പോയിന്റ് പഠിക്കണം, മൊത്തം അല്ലെങ്കിൽ ഒരു 10 പോയിന്റെല്ലാം പഠിക്കണം. കാരണം എക്സാമിന് എഴുതാൻ വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ പഠിച്ചു പോകാം. നമ്മൾ ജസ്റ്റ് ഒന്ന് കേറ്റിട്ടുകാർക്ക് അങ്ങനെ ഒരു ഇത് വരുന്നില്ലല്ലോ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. പിന്നെ അതിൽ അധ്യാപികയുടെ പങ്കും തന്നിട്ടുണ്ട്. സഹപഠിതാവായി കുട്ടിയോടൊപ്പം ഉണ്ടാവണം, പരിസരബന്ധിതമായ പാഠഭാഗങ്ങൾ സ്വാഭാവികമായി പഠിക്കുന്നതിന് കുട്ടിക്ക് അവസരം ഒരുക്കണം, സഹപഠനം പ്രോത്സാഹിപ്പിക്കണം, ലഘു പരീക്ഷണം ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യണം, സർഗാത്മക പ്രകടനത്തിലുള്ള സാധ്യതകൾ ഒരുക്കണം, ജീവിതാനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കണം. അപ്പൊ ഇതൊക്കെയാണ് ജസ്റ്റ് നമ്മൾ ഊന്നൽ കൊടുക്കേണ്ട അധ്യാപകരും അത് കുട്ടികൾക്ക് ഊന്നൽ കൊടുക്കേണ്ട പ്രധാനമായിട്ടുള്ള മേഖലകളെന്ന് പറഞ്ഞു പോയിട്ടുള്ളൂ. ഇനി നമ്മൾ കുട്ടിയും പ്രകൃതിയും. സമയമായി തോന്നല്ലേ? ഇല്ല കുഴപ്പമില്ല, ഇതുകൂടെ പെട്ടെന്ന് തീർത്തരാട്ടോ. പെട്ടെന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്ന പറഞ്ഞു തരാട്ടോ. കുട്ടിയും പ്രകൃതിയും, ഇതിൽ ജസ്റ്റ് ആ മൊത്തം പാരഗ്രാഫ് നോക്കേണ്ട വലിയ കാര്യമില്ല. അതായത് ഒരു കുട്ടിയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണം, എത്രത്തോളം കുട്ടികൾ പ്രകൃതിയിലേക്ക് ഇറങ്ങണം. നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലും പിള്ളേർ AC റൂമിൻ്റെ അകത്ത് ഇരിക്കുന്നു, വണ്ടിക്കകത്ത് AC അങ്ങോട്ട് പോകുന്നു, ഈ മണ്ണിലൂടെയുള്ള നടപ്പൊക്കെ വളരെ കുറവാണ്. വണ്ടിയെ കൊണ്ട് എല്ലാവരും ഇറക്കുന്നു, പിന്നെ കയറുന്നു, പരിപാടികളും കഴിക്കുന്നു, ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നു, അങ്ങനെ 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 നമ്മുടെ പ്രകൃതിയിലൂടെയുള്ള നടത്തം അവർക്കൊക്കെ വളരെ കുറവാണ്. ഇപ്പൊ വീഴുക എന്നൊക്കെ ഉള്ളത് അവർക്ക് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പറയുന്നത് പിള്ളേരെ ഒന്ന് വീഴുന്നൊക്കെ നല്ലതാ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി വീഴിക്കണമെന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ചെറുതായിട്ടൊക്കെ ഒന്ന് വീണ് നമ്മുടെ മണ്ണിലൊക്കെ ഒന്ന് ഇറങ്ങി ചെരുപ്പൊന്നും ഇല്ലാതെ മണ്ണിലൂടെയൊക്കെ നടക്കുക എന്നൊക്കെ പറയുന്ന പിള്ളേർക്ക്
അതൊരു സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വേണം. അപ്പൊ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളാണ്. ഞങ്ങളുടെ സ്കൂളിലൊക്കെയാണെങ്കിൽ പിള്ളേരെ നമ്മൾ പുല്ല് പറിക്കാനൊക്കെ ഇറക്കാറുണ്ട്. പക്ഷെ എല്ലാവരും ഇറങ്ങും കേട്ടോ. ഞങ്ങളുടെ അവിടെ പിള്ളേരെ അങ്ങനെ വലിയ കേമന്മാർ അങ്ങനെ പറഞ്ഞല്ല, അവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടമാണ്. ഏക ഇഷ്ടമുള്ള ഒരു പരിപാടി പഠിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം പുല്ല് പറിക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൽ കൂടെ നടക്കുക എന്നുള്ളത്. അവർ പെട്ടെന്ന് ചോദിക്കും ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാണ് ചോദിക്കുന്നത്, ചെറിയൊരു പുല്ല് കേൾക്കുമ്പോഴത്തേനും. അപ്പൊ നമ്മൾ കുട്ടിയും പ്രകൃതി എന്ന് പറയുമ്പോൾ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കണം, അല്ലെങ്കിൽ എങ്ങനെ പ്രകൃതിയിലേക്ക് ഇറക്കണം, അതിന്റെ ആവശ്യകത എന്തൊക്കെയാണെന്ന് പറയുന്നത്. നമ്മുടെ NCF നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് ഒരു കാര്യം പറയുന്നുണ്ട്. പരിസരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സൂചന നൽകുന്നു. കുട്ടിയുടെ ആദ്യകാല പഠനങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തിന് പകരം അവന്റെ താല്പര്യങ്ങൾക്കും മുൻഗണനകൾക്കും ഊന്നൽ നൽകുന്നതും അവന് അല്ലെങ്കിൽ അവൾക്ക് നേരനുഭവങ്ങൾക്ക് അവസരമൊരുക്കുന്നതുമായിരിക്കണം. കുട്ടിക്ക് ലഭ്യമാക്കുന്ന പരിസരം അവന് ഉന്മേഷം നൽകുന്നതും പുതു അനുഭവങ്ങൾ ഒരുക്കുന്നതുമായിരിക്കണം. ഇത് കുട്ടിക്ക് പരീക്ഷിച്ചു നോക്കാനും പര്യവേക്ഷണം നടത്താനും സമൂഹത്തിന് മുന്നിൽ സ്വയം അവതരിപ്പിക്കാനുള്ള താല്പര്യവും ഊർജവും വിശ്വാസവും നൽകും. നമ്മളല്ലാതെ എന്താ കൂട്ടാനും കുറയ്ക്കാനും അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചു പോകാതെ നമ്മുടെ പരിസ്ഥിതിയിലേക്കും കൂടെ കുട്ടികളെ ഇറക്കണം. അപ്പൊ അത് അവന്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ കുറവാണത്. പക്ഷെ നമ്മൾ വരുന്നുണ്ട്, സ്കൂളിലാണെങ്കിലും നമ്മുടെ വീടുകളിലാണെങ്കിലും നമ്മൾ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കണം എന്നതിന്റെ ഒരു ആവശ്യകത മുൻനിർത്തിയാണ് നമ്മൾ കുട്ടിയും പ്രകൃതിയും എന്നുള്ളത് പറയുന്നത്. പിന്നെ അടുത്തൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ, ഇത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു പോയ കാര്യമാണ്, നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള 3Rs: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിള്. പിന്നെ നമ്മൾ 4Rs കണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിള്, നമ്മുടെ റിഫ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലെ. 4 Rs ആണ് നമ്മൾ പറഞ്ഞത്: റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിള്, റിഫ്യൂസ്. ഇവിടെ നമ്മൾ പരിസര പഠനത്തിൽ നമ്മൾ ഇവിടെ പറയുമ്പോൾ ജസ്റ്റ് 3Rsന്റെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ആ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതും 3Rsല് പെടുന്ന ഏത് പെടാത്ത ഏതെന്ന് ചോദിച്ചിട്ടുള്ളൂ. 4Rsന്റെ കാര്യം പുതിയതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയപ്പം അപ്ഡേറ്റ് ആയിട്ട് വന്നൊരു കാര്യമാണ്. അപ്പൊ ഇനി ചിലപ്പോൾ 4Rsന്റെ കാര്യമായിരിക്കും പറയുന്നത്. ഞാനത് ഗ്രൂപ്പിൽ അന്നും ഇട്ടായിരുന്നു 4Rs ഏതൊക്കെയാന്നുള്ളത്. അപ്പം റെഡ്യൂസ്, റീസൈക്കിള്, റീയൂസ്, പിന്നെ നമ്മുടെ റിഫ്യൂസ്, ഈ 4 ആറുകളുടെയും പേരുകൾ ഓർത്തിരിക്കണം. പിന്നെ 3H എന്ന് പറഞ്ഞ് നമ്മൾ ഹാൻഡ്, ഹേർട്ട്, ഹെഡ്, അങ്ങനെ നമ്മൾ 3H എന്ന് പറയുന്ന ഒരു സംഭവം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ 3Rs, 3H അങ്ങനെ വരുന്നതെല്ലാം ഓർത്തിരിക്കുക. അത് നമ്മുടെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ, റിഫ്യൂസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നുള്ളൂ. അതായത് കുട്ടികളുടെ പ്രവർത്തനത്തിൽ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയൊക്കെ കുട്ടികളുടെ നേതൃത്വത്തിലാണ്. അപ്പൊ ഏറ്റെടുക്കാവുന്ന മേഖലകൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞു വന്നത്. ജലസംരക്ഷണം, ജൈവവൈവിധ്യ സംരക്ഷണം, വനവൽക്കരണം, മലിനീകരണ നിയന്ത്രണം എന്നൊക്കെ നമുക്കറിയാവുന്ന പൊതുവായിട്ടുള്ള നമ്മുടെ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വന്നത്. ഇവിടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമുണ്ട്, നമ്മുടെ പ്രകൃതിയില്ലാ രോഗം, അതായത് നേച്ചർ ഡെഫിസിറ്റ് റിസോർഡർ. അമേരിക്കൻ എഴുത്തുകാരനും പത്രപ്രവർത്തനമായ റിച്ചാർഡ് ലൂ, ആ പേര് ഓർത്തിരിക്കണം. റിച്ചാർഡ് ലൂ ആണ് ആദ്യമായി 2005 കാട്ടിലെ അവസാനത്തെ കുട്ടി എന്ന അർത്ഥം വരുന്ന പുസ്തകത്തിന് പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്ന ആശയം മുന്നോട്ട് വെച്ചത്. അപ്പൊ റിച്ചാർഡ് ലൂവിന്റെ പുസ്തകമാണ് ഇത്, കാട്ടിലെ അവസാനത്തെ കുട്ടി. അതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട എന്താ ഒരാശയം എന്ന് പറയുന്നത് പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ എന്നുള്ളതാണ്. അത് പ്രകൃതിയില്ലാ രോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? മനുഷ്യൻ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികൾ പരിമിതമായ സമയം മാത്രം തന്റെ ചുറ്റുപാടുമായി ഇടപെടുന്നത് മൂലമുണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതാണ്, കുട്ടികൾ പ്രകൃതിയിലേക്ക് ഒന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങണം. അപ്പൊ അതില്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ പ്രകൃതിയില്ലാ രോഗം കുട്ടികളിൽ. ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ നമ്മൾ കുട്ടികളെ പ്രകൃതിയിലേക്ക് ഇറക്കി വിടുക അല്ലെങ്കിൽ അതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ആ ഒരു പുസ്തകത്തിൽ റിച്ചാർഡ് ലൂവ് പറയുന്നത്. ഇത്തരം കുട്ടികൾ വളരെ കുറച്ച് സമയം മാത്രമേ ബാഹ്യ അന്തരീക്ഷത്തിൽ ഇറങ്ങി നടക്കാറുള്ളൂ. ഇത് അവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നു. റിച്ചാർഡ് ലൂവിന്റെ അഭിപ്രായത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ഒന്നല്ല എന്നാണ്. പകരം ചുറ്റുപാടിൽ നിന്ന് മനുഷ്യന്റെ ഉൾവലിയിലും പ്രകൃതിയോടുള്ള അവന്റെ വിരക്തിയുമാണ് ഇതിന് പ്രധാന കാരണമെന്നാണ്. കുട്ടികളുടെ ഇത്തരം ഉൾവലിയലിന് പ്രധാന കാരണങ്ങളായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന മാതാപിതാക്കളുടെ ഭയം, പരിമിതമായ പ്രകൃതിയുടെ ലഭ്യത മുതലായവയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്
ജനങ്ങളുടെ പ്രത്യേകിച്ചും കുട്ടികളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോടുള്ള അമിതാസക്തി അല്ലെ. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാൽ പിള്ളേരെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ പിള്ളേരെ കാണാൻ പോകും. അതുകൊണ്ട് നമ്മുടെ നാട്ടില് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും പിള്ളേരെ അകത്തിരുത്തി ഫോണൊക്കെ കൊടുത്ത് അവിടെ അങ്ങ് ഇരുത്തിയേക്കുവാണ്. പക്ഷെ അങ്ങനല്ല, നമ്മൾ നമ്മുടെ പരിസരത്തേക്കൊക്കെ ഒന്ന് ഇറക്കി, പൂമ്പാറ്റകളാണ്ട് പോകുന്നു, അല്ലെങ്കിൽ പറവകൾ പറക്കുന്നുണ്ട്, അതേ അവിടെ എന്താ പുല്ലുകൾ കിളുത്ത് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചെടികൾ ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ ജസ്റ്റ് നമ്മൾ പിള്ളേരെ ഒന്ന് പുറത്തേക്ക് ഇറക്കി പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വളർത്തിക്കൊണ്ട് വരണം. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ പരിസരവും പഠിതാവും എന്ന് പറയുമ്പോൾ എന്താണ് പരിസരം, എന്താണ് പരിസ്ഥിതി, പിന്നെ 3 തരത്തിലുള്ള പരിസ്ഥിതികളുണ്ട്: പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി, അത് അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ നമ്മുടെ 4 തരത്തിലുള്ള പഠിതാക്കള്. പഠനശൈലി വിഭജനം നടത്തിയത് ആരായിരുന്നു? ബെർണിക്ക, MC കാർത്തി. ഞാൻ അങ്ങനെ ഓർക്കുന്നു കേട്ടോ. അത് 1997. പിന്നെ ജസ്റ്റ് കുറെ നിയമങ്ങൾ നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ വർഷം അങ്ങനെ കാണാതെ പഠിച്ചില്ലെങ്കിലും ഒന്ന് നോക്കുക, ഇന്ന നിയമങ്ങൾ ഉണ്ടെന്ന്. ഇതെല്ലാം പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ടതാണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ ഓരോ പഠിതാക്കളുടെ ആ PDF ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. പിന്നെ ഇപ്പൊ DLED പഠിക്കുന്നവർക്കാണെങ്കിൽ അത് S4 ഒരു ടോപ്പിക്കാണ്. ടെക്സ്റ്റ് പഠിക്കുന്ന കൂടെ തന്നെ പഠിച്ചു പോവുക. ഇത്രയാണ് നമ്മുടെ ഇന്ന് നമ്മൾ നോക്കുന്നത്. പറയാനാണ് കുറെ ഉണ്ട് കേട്ടോ. ഇനി സമയം പോയതുകൊണ്ടാണ്, ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് ഇന്ന് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമേ, ഈ ഒരു ചാപ്റ്റർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നതുണ്ട് പരിസരത്തെ കുറിച്ച്. നമ്മൾ ആ ഒരു പരിസര പഠനത്തിന്റെ ആ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നല്ലോ. പരിസരത്തെ കുറിച്ച്, പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടി പഠിക്കുന്നതാണ് പരിസര പഠനം. അപ്പൊ അതിൽ ഓരോന്നിനെ കുറിച്ചുള്ള നമ്മുടെ ഈ സെക്കൻഡ് യൂണിറ്റ്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. പരിസര പഠന ലക്ഷ്യങ്ങൾ ഉള്ളടക്ക വ്യാപ്തിയിൽ ഈ ഒരു പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് പരിസരത്തെ കുറിച്ച് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പരിസരത്തിലൂടെ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്, പരിസരത്തിന് വേണ്ടി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്, അതെല്ലാം ഈ ഒരൊറ്റ പാരഗ്രാഫിന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ചാപ്റ്റർ നമ്മുടെ സ്കൂൾ ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അത് വളരെ വലുതാണ്. അപ്പൊ ഇന്നത്തെ ആ ഒരു ക്ലാസ്സിൽ അത് തീർക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ ഒരു യൂണിറ്റ് നോക്കിയാൽ മതി. ജസ്റ്റ് നിങ്ങൾ ആ പ്രകൃതിദത്ത പരിസ്ഥിതി അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത പരിസ്ഥിതി, അതിന്റെ എല്ലാം എക്സാമ്പിൾസ് നന്നായിട്ട് ഓർത്തു വെക്കാം. പിന്നെ അതിന്റെ ക്രിയാത്മക പഠിതാക്കള്, ഭാവനാത്മക പഠിതാക്കള്, അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. അപ്പൊ ഒന്ന് വായിച്ചു നോക്കുക, ഇന്ന കാര്യങ്ങള് ഏത് പഠിതാക്കളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. അതിൻ്റെ അകത്ത് പോസിറ്റീവ് ആയിട്ടുള്ളതുകൊണ്ട് നെഗറ്റീവ് ആയിട്ടുള്ളതുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാതെ ഓർത്തിരിക്കുക. ഇപ്പൊ നമ്മൾ ക്ലാസ് റൂമിലാണ് ഞങ്ങൾ അന്ന് പഠിക്കുന്ന സമയത്ത് ടീച്ചർമാർ ചോദിച്ചായിരുന്നു, നിങ്ങൾ ഏത് പഠിതാക്കളുടെ അത് പെടും ലിസ്റ്റ് ചെയ്യാനൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇച്ചിരി പോസിറ്റീവ് കൂടുതലുള്ള പഠിതാക്കളുടെ എന്ന രീതിയിലൊക്കെ ലിസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു, ഞങ്ങൾ ഇതിന്റെ അകത്തൊക്കെ പെടും എന്നൊക്കെ പറഞ്ഞു. നമുക്കിപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ ജസ്റ്റ് അതിന്റെ ഇത് ഓർത്തിരിക്കുക, പഠിക്കുക. അതേ ഉള്ളൂ മെയിൻ ആയിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ഈ PDF ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം കേട്ടോ. പിന്നെ ആ കോഡ് പറഞ്ഞില്ലായിരുന്നു, വനജയുടെ കാലക്ഷയം, അത് ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടോളാം. അങ്ങനെ ഡേറ്റുകൾ വരുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഡേറ്റുകളുണ്ട്. അത് നിങ്ങൾ ഓർത്തിരിക്കുക, ഓരോ മാസത്തേതും. നമ്മൾ പ്രധാനമായിട്ട് ആഘോഷിച്ച് ആചരിച്ചൊക്കെ പോകുന്ന ഡേറ്റുകളുണ്ട്, അത് ഓർത്തിരിക്കുക. ഡേറ്റുകളുടെ തന്നെ അതും ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം കേട്ടോ. ആരും പേടിക്കൊന്നും വേണ്ട, ടെൻഷനൊന്നും ആവുമൊന്നും വേണ്ട. നമുക്ക് ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്ത് നമ്മൾ പോവും. നിങ്ങൾ പഠിക്കുക, നമ്മുടെ ഉത്തരവാദിത്തം അതാണ്, പഠിക്കുക എന്നുള്ളത്. അപ്പൊ അത് നന്നായിട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെയാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം. ഡൗട്ട് ഒന്നും ഇല്ല? ഓക്കെ ആണോ? ഹലോ ഹലോ, എല്ലാരും ഉറങ്ങിപ്പോയോ? ഹലോ. ഓക്കെയാണ് മാഡം. ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിലും എല്ലാരും പോയിരുന്ന് പഠിച്ചിട്ട് കിടന്നോ കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്ക് യു. ഗുഡ് നൈറ്റ്.